ദാനം ചെയ്യും കുഞ്ഞിനെ. അവിടെ കൊണ്ടുപോയി അവിടെ നടക്കി ദാനം ചെയ്തു. പിന്നെ പരിചയമുള്ള ഒരാൾ ആരെങ്കിലും എടുക്കും. ഞാനിതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷെ ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഫോട്ടോകളും നിങ്ങളുടെ ഇരിക്കുന്ന എല്ലാ പുസ്തകങ്ങളും കൊണ്ട് കക്കൂസിൻ്റെ ക്ലോസറ്റിൽ കൊണ്ടുപോയിടാൻ പറഞ്ഞു. നമ്മളുടെ തന്നെ ചിന്തകൾ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം, നമ്മളുടെ നിലനിൽപ്പ്, നമ്മളിവിടെ എന്തിനു വന്നു, ഇതൊന്നും തന്നെ സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഇല്ല. അപ്പോൾ നമ്മളുടെ എന്ത് പറയുമ്പോഴും നമുക്കൊരു കംപ്ലീറ്റ്നെസ് ഉണ്ടാവാറില്ല. എന്തും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു ഡെഡ് എൻഡിൽ വന്നിട്ട്, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എനർജിയാണെന്ന് സയൻസ് പറയുന്നു. ഈ എനർജിയുടെ ഒരു പാക്കറ്റാണ് നമ്മുടെ തോട്ട്. അപ്പോൾ ഇവിടെയും എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് എന്ന് സയൻസിൽ പറയുന്നുണ്ട്. ഇവിടെയും മാസ്റ്റർ പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു തോട്ട് പുറത്തേക്ക് പോയാൽ അത് അതിൻ്റെ സ്ഥലത്ത് ചെന്നെത്തുകയും അതൊരു ചെന്ന് അവിടെ വീണ് അതിൻ്റെ ഒരു റിപ്പിൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അത് ഒരുപക്ഷെ അത് ഡൈഫ്രാക്റ്റ് ചെയ്തിട്ട് തിരിച്ച്, അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്നു. നമസ്കാരം, കാൻഹാ കാസ്റ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ടുള്ളത് ബ്രദർ UA സുബ്രഹ്മണ്യൻ. ബ്രദർ ട്രിവാൻഡ്രം സൗത്ത് സോണിൻ്റെ സെൻട്രൽ കോർഡിനേറ്ററാണ്. പ്രൊഫഷണലി വർക്ക് ചെയ്യുന്നത് VSSC, ഇസ്രോയുടെ VSSC ട്രിവാൻഡ്രം ചാപ്റ്ററിൻ്റെ മെക്കാനിസംസ് യൂണിറ്റിൻ്റെ ഡയറക്ടറാണ്, ഗ്രൂപ്പ് ഡയറക്ടറാണ്. അതിനുപരി VSSC ISROയുടെ VSSC ചാപ്റ്ററിൻ്റെ ഹാർട്ട്ഫുൾനെസ് അംബാസഡറുമാണ്. വെൽക്കം ബ്രദർ ടു കാൻഹാ കാസ്റ്റ്. താങ്ക് യു ബ്രദർ. സോ താങ്ക്സ് ഫോർ കമ്മിങ്. നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ കൂടെ പല എക്സ്പീരിയൻസ്, പല വർഷങ്ങളായിട്ട് മിഷനിലുള്ളത്, മിഷനിൽ പല രീതിയിൽ വോളണ്ടിയർ വർക്ക് ചെയ്യുന്ന പല വ്യക്തിത്വങ്ങൾ, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് ജസ്റ്റ് ഡിസ്കഷൻ പോലെ പോകാനാണ് ശ്രമിക്കുന്നത്. അപ്പം ആദ്യമായിട്ടാണ് ഒരു സയൻസ് ആൻഡ് ടെക്നോളജി ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളെ നമുക്ക് ഗസ്റ്റായിട്ട് കിട്ടിയത്. അപ്പം ഇന്നത്തെ ഡിസ്കഷൻ കൂടുതൽ നമ്മൾ മെഡിറ്റേഷൻ, സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റിയെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും എന്ന് ഒരു വിശ്വാസമുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് ബ്രദറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ലൈക്ക് ജനനം, പിന്നെ എഡ്യൂക്കേഷൻ, ഈ കരിയറിലേക്ക് വന്നത്, ഇതിനെക്കുറിച്ചൊന്ന്. 1964 ഓഗസ്റ്റ് 15 എൻ്റെ ജനനം. 15 ഫ്രീഡം. ഓക്കെ. വളരെ സാധാരണ കുടുംബത്തിൽ ഞങ്ങൾ അച്ഛൻ, അമ്മ, 7 മക്കൾ, 6 പെൺകുട്ടികളാണ്. അപ്പോൾ അച്ഛനും അമ്മയും വളരെ ദൈവവിശ്വാസികളായിരുന്നു. അപ്പോൾ പെൺകുട്ടികൾ മാത്രം ജനിച്ച് അവർക്ക് ഒരു ആൺകുട്ടി ഉണ്ടാവണം എന്നുള്ളൊരാഗ്രഹത്തിൽ അച്ഛനൊരു നേർച്ച നേർന്നു. 16 വർഷം പഴനി മലയിലേക്ക്, അപ്പോൾ തൃശ്ശൂരാണ് ഞങ്ങളുടെ നാട്, ഉൾഗ്രാമത്താണ്. 16 വർഷം പഴനി മലയ്ക്ക് നടന്നു പോയി ഒരു നേർച്ച നേർന്നു, ഒരു ആൺകുട്ടി ഉണ്ടാകാനായിട്ട്. അപ്പം അങ്ങനെ ഒരു 10-12 വട്ടം പോയി കഴിഞ്ഞപ്പോഴാണ് ഞാനുണ്ടാകുന്നത്. അങ്ങനെ 15 വർഷം അദ്ദേഹം പോയി. പിന്നീട് അദ്ദേഹത്തിന് പ്രായമായി. അങ്ങനെ വേറൊരു കാര്യം കൂടി ഉണ്ട് അതിൻ്റെ കൂടെ. ഈ അങ്ങനെ നേർച്ച കിട്ടുന്ന കുട്ടി ശരിക്ക് പിന്നീട് പഴനി കൊണ്ടുപോയിട്ട് അവിടെ ദാനം ചെയ്യും കുഞ്ഞിനെ. എന്നിട്ട് ആരെങ്കിലും എടുക്കും, പിന്നെ ദത്തായിട്ട് വാങ്ങിക്കുകയാണ്, പണം ഒരു കൊടുത്ത്. അപ്പം അങ്ങനെയാണ് ആ ഒരു ഇത് നടന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ആൺകുഞ്ഞുണ്ടാകാൻ വേണ്ടി അവർ ചെയ്തിരുന്നു. അവിടെ കൊണ്ടുപോയി അവിടെ നടക്കി ദാനം ചെയ്തു. പിന്നെ പരിചയമുള്ള ഒരാൾ ആരെങ്കിലും എടുത്ത് നമുക്ക് അച്ഛന് തിരിച്ചു കൊടുക്കും. അങ്ങനെ ദാനത്തിൽ കിട്ടിയെന്ന് പറയുന്ന പോലെ. പിന്നീട് വിദ്യാഭ്യാസം അവിടെ പാവറട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അവിടെ ഗുരുവായൂരിനടുത്ത് 10ാം ക്ലാസ് വരെ സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. പിന്നീട് പ്രീ ഡിഗ്രി ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂരിലായിരുന്നു. അപ്പോഴും ചെറുപ്പത്തിൽ ഒരു എൻജിനീയറാവും, ഞാൻ ഒരു എൻജിനീയറായി വരും എന്നൊക്കെ വീട്ടിൽ പറയുമായിരുന്നെന്ന് പ്രായമുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പഠിക്കുമ്പോഴൊന്നും എനിക്ക് അങ്ങനെ ഒരു തോന്നലൊന്നും, ആരാവും എവിടെ എത്തുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പ്രീ ഡിഗ്രി എല്ലാവരും പറഞ്ഞു മാത്സ് സയൻസ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ മാത്സ് സയൻസ് എടുത്തു. നോക്കിയപ്പം കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. അപ്പം എൻജിനീയറിങ്ങിന് അപ്ലൈ ചെയ്യാൻ എല്ലാവരും പറഞ്ഞു. അങ്ങനെ അപ്ലൈ ചെയ്തു, കിട്ടി. അങ്ങനെയാണ് യാദൃശ്ചിക ആ ഒരു ഡയറക്ഷനിലേക്ക് എത്തി. പക്ഷേ വീട്ടിലുള്ള ഒരു സ്നേഹമുള്ള പ്രായമുള്ളവരൊക്കെ പറഞ്ഞു, ഞാൻ ചെറുപ്പത്തിലേ പറയുമായിരുന്നു എൻജിനീയറായി വരും എന്നൊക്കെ. അങ്ങനെ പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലാണ് 1981 ജോയിൻ ചെയ്യുന്നത്. വിത്തിനെ 1 വർഷത്തിനകത്ത് തന്നെ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ കിട്ടി, വീടിനടുത്തുള്ളതായിട്ട്. പക്ഷെ എന്നാലും ഞാൻ ഹോസ്റ്റലാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു സ്ട്രീം എടുത്തിട്ട്. അപ്പോൾ വളരെ ഹോസ്റ്റലിലാണ് ഞാൻ നിന്ന് പഠിച്ചിരുന്നത് എഞ്ചിനീയറിംഗ് കോളേജിൽ.
അപ്പോൾ അവിടുത്തെ ഏറ്റവും അടിച്ച് പൊളിച്ച് ജീവിക്കുന്ന ഒരു ഡേർട്ടി ഡസൻ എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞാൻ 12ാമനായിട്ട് ഞാൻ അങ്ങനെ ചേർന്നു. അപ്പോൾ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്നുള്ളൊരു തോന്നലിലാണ്. അങ്ങനെ എൻജിനീയറിങ് കഴിഞ്ഞു, ISROയിൽ ജോലി കിട്ടുന്നു. 2-3 സ്ഥലത്തുനിന്ന് അപ്പോയിൻമെൻറ്റ് വന്നു. ഫസ്റ്റ് ജോബ് തന്നെ ആദ്യത്തെ അപ്പോൾ HAL നിന്നും പിന്നെ നമ്മുടെ കൊച്ചിൻ റിഫൈനറീസ്, അങ്ങനെ 2-3 സ്ഥലത്തുനിന്ന് ഒരേ സമയത്താണ് ഓഫർ വരുന്നത്. അങ്ങനെ VSSCയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനമാണ്, വളരെ പ്രസ്റ്റീജിയസ് ഓർഗനൈസേഷനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ISROയിൽ ജോയിൻ ചെയ്യുന്നു. 1987 അങ്ങനെ തിരുവനന്തപുരത്ത് വന്ന് ആ 87 തൊട്ട് ഒരു 4-5 വർഷം. അപ്പോഴും എനിക്ക് ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും നമുക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക, ഓരോ ദിവസവും മാക്സിമം എൻജോയ് ചെയ്യുക. മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടൊന്നുമല്ല, നമുക്ക് ആ ചെറിയൊരു ധാർമ്മിക ബോധം ഉള്ളിലുണ്ടെങ്കിലും നമുക്ക് പറ്റാവുന്നത്ര ജീവിതം ആസ്വദിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു അന്ന്. അപ്പം അതിനനുസരിച്ച് അങ്ങനെ എൻജോയ് ചെയ്തങ്ങനെ നടക്കുകയായിരുന്നു. ഏതാണ്ടൊരു 92 വരെയൊക്കെ 4-5 വർഷം അങ്ങനെ പോയി. 92 ഒക്കെ ആയപ്പോൾ ഞാനന്ന് അവിടെ അനന്തപുരി ഓഡിറ്റോറിയം എന്ന് പറഞ്ഞിട്ട് അവിടെ അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്, ജഗതിയിൽ. അപ്പോൾ തൊട്ടടുത്ത റൂമിൽ ഒരു പ്രായമുള്ള ഒരാൾ, അദ്ദേഹം ISROയിൽ ഒരു സയൻറ്റിസ്റ്റാണ്, സീനിയർ സയൻറ്റിസ്റ്റാണ്. മുറി നിറയെ ദൈവങ്ങളുടെ പടങ്ങളൊക്കെ വെച്ച് എപ്പോഴും ഇങ്ങനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പം ഞാൻ എപ്പോഴും ഇദ്ദേഹത്തെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഞങ്ങൾ ഒരുമിച്ച് താമസിക്കും, ഇദ്ദേഹത്തെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെയൊന്നും അദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെ പോവുകയും വരികയൊക്കെ ചെയ്യും. പക്ഷെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാനിടയായി. അപ്പോഴാണ് പറഞ്ഞത് അവിടെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട് എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം ചെന്തിട്ടയിൽ. അപ്പം നമുക്ക് ലൈഫിൽ ഇങ്ങനെ ചില വേറൊരു വശങ്ങളൊക്കെ ഉണ്ട് ലൈഫിന്. അതിനെപ്പറ്റി അദ്ദേഹം അങ്ങനെ ചെറുതായിട്ട് പറയാൻ തുടങ്ങി. അപ്പം എന്തോ ഒരു ഉൾവിളി പോലെ ഞാനത് ശ്രദ്ധിച്ചു, കുറച്ച് കേട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ റൂമിലൊരു ഭഗവത്ഗീതയുടെ പരിഭാഷ, അന്നത്തെ പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ എഴുതിയൊരു ബുക്കുണ്ടായിരുന്നു. അതവിടെ ഇരിക്കുന്നത് കണ്ടു. വെറുതെ ഒന്ന് മറിച്ച് നോക്കിയപ്പം എന്തോ ചില കാര്യങ്ങളൊക്കെ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിനോട് ആ ബുക്കൊന്ന് കടം വാങ്ങിച്ചു, കൊണ്ടുപോയി റൂമിലിരുന്ന് വായിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ആദ്യത്തെ 1-2 ചാപ്റ്ററുകളിലൂടെ കടന്നു പോയപ്പോഴാണ് ജീവിതം എന്ന് നമ്മൾ കാണുന്നതേ അല്ല, ജീവിതത്തിന് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, നമുക്കിവിടെ എത്തിച്ചേരാവുന്ന അല്ലെങ്കിൽ നമ്മളുടെ പോകേണ്ട വഴികൾ ഇത് ഈ രീതിയിലല്ല പോകേണ്ടതെന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ അങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഭഗവത്ഗീത മുഴുവൻ വായിച്ചിട്ടില്ല, 3-4 ചാപ്റ്റർ ഞാൻ വായിച്ചിട്ടുള്ളൂ. അത് വെച്ച് പിന്നെ അവിടെ മടക്കി വെച്ചു. ഈ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ ബാലകൃഷ്ണൻ സാറിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാൻ പോയി തുടങ്ങി എല്ലാ ശനിയാഴ്ചകളിലും. അപ്പോഴാണ് നമ്മൾ കാണുന്ന നമ്മളല്ല എന്നും ബാലകൃഷ്ണൻ സാർ എപ്പോഴും പറയുക വസ്തു എന്നാണ് പറയുക. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു ഇന്നർ പവറിനെ വസ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ വസ്തു ഒരു സാക്ഷിയാണ്, എല്ലാത്തിനും കാരണക്കാരനാണ്. അപ്പോൾ അതെന്താണെന്ന് അറിയണം എന്നുള്ള രീതിയിൽ അദ്ദേഹം അങ്ങനെ പറയാൻ തുടങ്ങി. അതൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ കുറേ ക്ലാസ്സുകളൊക്കെ കേട്ടപ്പോൾ ഈ അപ്പു എന്ന് പറയുന്ന അദ്ദേഹം ആണ് ഈ പറഞ്ഞ സീനിയർ സയൻറ്റിസ്റ്റ്. അദ്ദേഹം പറഞ്ഞു ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് വേറൊരു ശാസ്ത്രജ്ഞനുണ്ട്, ഓസ്റ്റിൻ തോംസൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, പൂജപ്പുരയിൽ. അദ്ദേഹം ഒരു VSSCയിലെ സയൻറ്റിസ്റ്റാണ്. അതോടൊപ്പം അദ്ദേഹം ഒരു ഹോമിയോ ഡോക്ടറും കൂടിയാണ്, വെറ്ററനാണ് ഹോമിയോയിൽ. വലിയ പ്രസിദ്ധരായ ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ചികിത്സയ്ക്ക് നേടുന്ന ആളാണ്. അപ്പം ഇദ്ദേഹത്തിന് ഒരുപക്ഷെ നിങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ ഓസ്റ്റിൻ തോംസണുമായിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്നു. ഓസ്റ്റിൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ റൂമിലേക്ക് വരാം. അപ്പോൾ അദ്ദേഹം റൂമിലേക്ക് വന്നു. ഞാനും ഉണ്ട്, ഹോമിയോയ്ക്ക് പഠിക്കുന്ന വേറെ സ്മിത്ത് എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്മിത്തിൻ്റെ റൂമിലാണ് ഇരുന്നത്. സ്മിത്ത് ആണെങ്കിൽ വളരെ ദൈവിക ഈശ്വരഭക്തിയൊക്കെ ഉള്ള ആളാണ്. ഒരുപാട് പടങ്ങളൊക്കെ അവിടെ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ശിവൻ്റെയും ശ്രീകൃഷ്ണൻ്റെ ഒക്കെ ആയിട്ട്. അപ്പോൾ ഓസ്റ്റിൻ നിങ്ങൾക്ക് എന്താ അറിയേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ ആ കൺഫ്യൂഷനിലാണ്, നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്തിനാണ് ജീവിക്കേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓസ്റ്റിൻ പറഞ്ഞു ഞാനിതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം, പക്ഷെ ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇവിടെ ഇരിക്കുന്ന എല്ലാ ഫോട്ടോകളും നിങ്ങളുടെ ഇരിക്കുന്ന എല്ലാ പുസ്തകങ്ങളും കൊണ്ട് കക്കൂസിൻ്റെ ക്ലോസറ്റിൽ കൊണ്ടുപോയിടാൻ പറഞ്ഞു. എങ്കിൽ ഞാനെല്ലാം പറഞ്ഞുതരാം.
അപ്പോൾ അതെന്താണെന്ന് നമുക്കതിൻ്റെ ഒരു ഉള്ളിൽ എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് പിടികിട്ടിയില്ല. ഞങ്ങൾ ആദ്യം ഒന്ന് അത്ഭുതപ്പെട്ടു പോയി. പിന്നെ അപ്പോൾ സ്മിത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ ഇങ്ങനെ നമിച്ചു തൊടാൻ നിന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ചെയ്തത് ശരി, ഇനി മേലാൽ ഒരാളുടെയും കാല് തൊട്ടു പോകരുതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അല്ലെങ്കിൽ തൊഴാൻ വേണ്ടി അല്ലെങ്കിൽ കാല് തൊടാൻ വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയും, അന്നല്ലാതെ നിങ്ങൾ ആരുടെ കാലും തുടരുമെന്നും പറഞ്ഞു. പിന്നീട് അദ്ദേഹം എല്ലാ ഞായറാഴ്ചകളിലും അദ്ദേഹത്തിൻ്റെ ഹോമിയോ ട്രീറ്റ്മെൻറ്റ് മാറ്റിവെച്ച് ഞായറാഴ്ചകളിൽ ഞങ്ങളുടെ റൂമിൽ വരും. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ആത്മീയമായിട്ടുള്ള ഒരു സബ്ജക്റ്റിലേക്ക് ഞങ്ങളങ്ങനെ എൻ്റർ ചെയ്യുന്നതാണ്. പക്ഷെ അദ്ദേഹം എപ്പോഴും ഞങ്ങളുടെ അടുത്ത് പറയും, നിങ്ങൾ ഒരു സിസ്റ്റത്തിൻ്റെയോ ഒരു ഗുരുവിൻ്റെയോ ശിഷ്യനാവണ്ട, നിങ്ങൾ സ്വയം അന്വേഷിക്കുക, കണ്ടെത്തുക. അപ്പോൾ എവിടെയൊക്കെ സ്വാമിമാരുണ്ട്, എവിടെയൊക്കെ സ്പിരിച്വൽ ലീഡേഴ്സ് ഉണ്ട്, അവിടെയെല്ലാം നിങ്ങൾ പോകണമെന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം എല്ലാം എന്നിട്ട് തിരിച്ചു വന്നാൽ വീണ്ടും ഞങ്ങൾ ഗ്യാദർ ചെയ്ത് ഇതുപോലെ കാര്യങ്ങൾ ഷെയർ ചെയ്യും. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്തുള്ള എല്ലാ പൂന്തറ സ്വാമിയുടെ അടുത്ത്, ആലയ സ്വാമിയുടെ അടുത്ത്, ചെങ്കോട്ടുകോണം സ്വാമിയുടെ അടുത്ത്, അങ്ങനെയൊക്കെ ഞങ്ങൾ പോവും. കന്യാകുമാരിയിൽ മായുടെ അടുത്ത്, അമൃതാനന്ദമയുടെ അടുത്ത് പോയി. പിന്നെ നമ്മുടെ ആനന്ദ ആശ്രമം കാഞ്ഞങ്ങാട്, അങ്ങനെ എല്ലാം പോവും. അപ്പോൾ ഇതെല്ലാം വന്നിട്ട് നിങ്ങൾ എന്ത് പഠിച്ചു, നിങ്ങളെന്ത് മനസ്സിലാക്കി എന്നൊക്കെ അദ്ദേഹം ചോദിക്കും. പക്ഷെ ഒന്നും പറയില്ല. ഞങ്ങൾ മനസ്സിലാക്കിയത് എന്താണെന്ന് ഞങ്ങൾ അങ്ങോട്ട് പറയും. ശരി ശരി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇനിയും യാത്ര ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം രമണ മഹർഷിയെ പറ്റി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രമണാശ്രമത്തിൽ പോയി. കുറേ നാളുകൾ രമണാശ്രമത്തിൽ താമസിച്ചിട്ടുണ്ട്. പിന്നെ കൂടെ രമണാശ്രമത്തിൽ പോകുമായിരുന്നു. അപ്പോൾ കുറച്ചെങ്കിലും നമുക്കുള്ളിലൊരു സിങ്കായിട്ട് നമുക്ക് താല്പര്യപ്പെടുന്ന രീതിയിൽ രമണ മഹർഷിയുടെ ടീച്ചിങ്സാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട് ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നീ ആരാണ്, എന്ത് ചോദിച്ചാലും പറയും അതാരാണ് പറയുന്നത്, ആ ചോദ്യം എവിടെ നിന്ന് വരുന്നു, ആരാണ് ആ ചോദിക്കുന്നത്, അങ്ങനെ ആ രീതിയിൽ അങ്ങനെ അദ്ദേഹം നമ്മളെ ഇൻട്രോസ്പെക്റ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഇൻവോക്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു. അങ്ങനെ കുറേ നാൾ രമണ മഹർഷിയുടെ അടുത്ത് പോയി. അതിൻ്റെ ഇടയ്ക്ക് ജിദ്ദു കൃഷ്ണമൂർത്തിയെ പറ്റി കേൾക്കാനിടയായി. തിയോസഫിക്കൽ സൊസൈറ്റി ചെന്നൈയിൽ. അപ്പോൾ അവിടെ തിയോസഫിക്കൽ സൊസൈറ്റി അവിടെ ചെന്നൈയിൽ പോയിട്ട് കൃഷ്ണമൂർത്തി ഫൗണ്ടേഷൻ്റെ അടയാറിൽ കുറേ നാൾ അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ, അപ്പോൾ അദ്ദേഹം എപ്പോഴും ഫ്രീഡം ആണ് അദ്ദേഹം പറയുന്നത്. ഫ്രീഡത്തെ പറ്റിയാണ് കൃഷ്ണമൂർത്തി എപ്പോഴും പറയുന്നത്, അൾട്ടിമേറ്റ് ഫ്രീഡം. അപ്പോൾ അതിനെപ്പറ്റിയാണ് പറയുന്നത്. അതെല്ലാം വളരെ അബ്സ്ട്രാക്റ്റ് കാര്യങ്ങളാണ്. നമുക്ക് അത് മനസ്സിലാവുന്നു എന്ന് തോന്നിയിരുന്നാലും അത് വളരെ ഒരു മരീചിക പോലെ നമ്മൾ വീണ്ടും കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെയും കുറേ ഗുരുക്കന്മാരെ ഞങ്ങൾ അറിയാനും അവരുടെ ബുക്കുകളൊക്കെ വായിക്കാനൊക്കെ കിട്ടി. ഉദാഹരണത്തിന് നിസർഗദത്ത് മഹാരാജ് ബോംബെയിൽ, അദ്ദേഹത്തിൻ്റെ ഐ ആം ദാറ്റ് എന്നുള്ള ബുക്ക്, വേറെയും കുറേ ബുക്കുകളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പം UG കൃഷ്ണമൂർത്തി ബാംഗ്ലൂർ, മഹേഷ് ഭട്ടിൻ്റെ ഒക്കെ ഗുരുവായിട്ടുള്ള, അങ്ങനെ ഞാൻ UG കൃഷ്ണമൂർത്തിയെ കാണാൻ, അപ്പോൾ ഓസ്റ്റൻ പറഞ്ഞു നീ അദ്ദേഹത്തെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ബാംഗ്ലൂർക്ക് വിട്ടു. അപ്പോൾ UG അദ്ദേഹത്തിൻ്റെ വീട്ടിലിങ്ങനെ കുറേ മഹേഷ് ഭട്ടും കുറേ ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടതൊന്നും അദ്ദേഹം അറിയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞു, മറ്റുള്ളവർ ഇരിക്കാൻ പറഞ്ഞിരുന്നു. കുറച്ച് നേരം അദ്ദേഹം എന്താ പറയുന്നതെന്ന് കുറച്ച് ഞാൻ ശ്രമിച്ചു നോക്കി. ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അദ്ദേഹം പറയുന്ന കംപ്ലീറ്റ് ആൽക്കമി, ചേഞ്ചസ് ഇൻ യുവർ എൻറ്റയർ ബോഡി കെമിസ്ട്രി ട്രാൻസ്ഫോർമേഷനാണ്, റിയലൈസേഷൻ എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ എല്ലാ ഡിക്റ്റംസിനെയും സിസ്റ്റത്തിനെയൊക്കെ തച്ചുടയ്ക്കുന്ന രീതിയിലാണ് അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുമാത്രം നമുക്കിഷ്ടപ്പെട്ടു. പിന്നീട് ഇടയ്ക്ക് വെച്ചപ്പോഴോ നമ്മുടെ ഭഗവാൻ ഓഷോ രജനീഷിൻ്റെ ബുക്ക് കൃഷ്ണ അൾട്ടിമേറ്റ് കോൺഷ്യസ്നസ് എന്നുള്ള ബുക്കിലേക്ക് വന്നു. അങ്ങനെ പൂനെ പോയി, കുറേ നാൾ പൂനെയിൽ പോവുമായിരുന്നു. അങ്ങനെ അപ്പോൾ ഓഷോയുടെ ബുക്കുകളിലും അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിലൊക്കെ കുറേയും കൂടെ കാര്യം അവിടെ നമ്മുടേതായ നമ്മൾ ഓരോരുത്തരും കെട്ടിയുണ്ടാക്കുന്ന ചില വിശ്വാസ പ്രമാണങ്ങളൊക്കെ തച്ചുടയ്ക്കുന്ന രീതിയിലായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഓഷോയിൽ കുറച്ച് ആകർഷണമായിട്ട് ഇങ്ങനെ നടക്കുന്നൊരു കാലം. അപ്പം അങ്ങനെയാണ് ആത്മീയത അതിലേക്ക് ഇങ്ങനെ വഴിയിലേക്കുള്ള തിരിവ് വരുന്നതും അതിലേക്കുള്ള യാത്ര തുടങ്ങുന്നതും. പക്ഷേ ഒരിടത്തും എത്തിയിട്ടുള്ളൊരു തോന്നലും വന്നിട്ടില്ല. അപ്പോൾ അതൊരു 92 പീരീഡിലാണ്. അങ്ങനെ ഒരിക്കലും ഞങ്ങളുടെ ശ്രീഹരിക്കോട്ട ലോഞ്ചിങ് സ്റ്റേഷനിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു. ചെന്നൈയിൽ നിന്ന് ശ്രീഹരിക്കോട്ടയിലേക്ക് പോകുമ്പോൾ എൻ്റെ ഞാനപ്പോൾ ഓഷോയുടെ ഒരു ബുക്ക്, അദ്ദേഹത്തിൻ്റെ ഗ്ലിംസസ് ഓഫ് ചൈൽഡ് ആൻഡ് ഹൂ, 2010
2-ലാണ്. നമ്മൾ അന്വേഷണം ആരംഭിച്ചു. കറക്റ്റ്, ഞാൻ തെറ്റി പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് 94-ൽ ഞാൻ PG ചെയ്യാനായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പോയി, ബാംഗ്ലൂർ പോയി. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് UG ഒക്കെ എനിക്ക് ഇടയ്ക്ക് കൂടുതൽ കാണാനൊക്കെ പോകാൻ സാധിച്ചു. അപ്പോൾ ഇതുപോലുള്ള ഇതേ രീതിയിൽ ചിന്തിക്കുന്ന കുറേ വ്യക്തികളൊക്കെ ആയിട്ട് ബാംഗ്ലൂർ IISc ക്യാമ്പസിൽ ഇടപഴകാൻ പറ്റി. കുറേ പേരെയൊക്കെ അറ്റ്ലീസ്റ്റ് ഇത് എൻ്റെ ചിന്താഗതി പലരിലേക്കും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ആ സമയത്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ. ഇടയിലൊരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കും. നമ്മൾ 2002-ലേക്ക് പോവാം. അപ്പം വർക്ക് ചെയ്യുന്നത് ഒരു സയൻസ് ആൻഡ് ടെക്നോളജി ബാക്ക്ഗ്രൗണ്ടിലാണ് പഠിക്കുന്നതും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സയൻസ് എന്ന് പറയുന്ന എല്ലാം ഫാക്റ്റുകൾ വെച്ചിട്ട് ആണ് സയൻസ് കൺവിൻസ്ഡ് ആവുന്നത്. സെയിം ടൈം സ്പിരിച്വാലിറ്റി ഈസ് കൺവിൻസ്ഡ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസസ്, സ്പിരിച്വൽ എക്സ്പീരിയൻസസ്. അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള ഒരു കോറിലേഷൻ എങ്ങനെ സംഭവിച്ചു? കാരണം ഫുൾ നമ്മൾ പ്രൊഫഷണലി മൊത്തം ഫാക്ട്സ് മാത്രം വെച്ചിട്ട് അതിനെ സയൻറ്റിഫിക്കലി കൺവിൻസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷനും സെയിം ടൈം സ്പിരിച്വൽ ജേണി കൺവിൻസ് നടക്കേണ്ടത് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ബേസ് ചെയ്യുക. അതിനകത്ത് ഒരു വേറെ ഫാക്ച്വൽ ആയിട്ടുള്ളൊരു കൺവിൻഷൻ നമുക്കവിടെ നടക്കില്ല. ആ തമ്മിലുള്ള കോറിലേഷൻ ശരിക്ക് നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും അങ്ങനെ ഒരു ചിന്തയൊന്നും വന്നില്ല. VSSCയിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഒരു ഏറ്റവും ഫണ്ടമെൻ്റൽ ബേസ് കൊണ്ടെത്തിക്കാൻ പറ്റുന്നില്ല കാണുന്നുണ്ട്. പലയിടത്തും എല്ലാം ഒരു ഹൈപ്പോത്തിസിസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അവിടെയും നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ പ്രൂഫൊക്കെ കൊണ്ടുവരുന്നത്. പല കാര്യങ്ങളും ഒരു പൂർണ്ണതയില്ല. ഒരു എന്താ പറയുക, നമുക്ക് ഒരു എൻഡിൽ നിന്ന് വേറെ എൻഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമ്പോൾ അവിടെ കുറേ ഗ്യാപ്പുകൾ നമുക്ക് കാണുന്നുണ്ട് സയൻസിൽ. പിന്നെ മാത്രമല്ല നമ്മളുടെ തന്നെ അതിൽ ശാസ്ത്രീയമായിട്ട് നോക്കുന്നതിനായിട്ട് ഉപരിയായിട്ട് നമ്മളുടെ തന്നെ ചിന്തകൾ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം, നമ്മളുടെ നിലനിൽപ്പ്, നമ്മളിവിടെ എന്തിനു വന്നു, ഇതൊന്നും തന്നെ സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നേയില്ല. സയൻസ് എപ്പോഴും മാറ്ററുമായിട്ട് മാത്രമാണ് ഡീൽ ചെയ്യുന്നത്. ഫിസിക്കൽ ഡയമെൻഷൻ മാത്രമാണ് സയൻസ്. ആ കാലങ്ങളിൽ പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന മെക്കാനിക്സൊക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഗ്രോസ് മെക്കാനിക്കൽ സിസ്റ്റംസുമായിട്ടുള്ള അതിൻ്റെ തിയറി, അത് എങ്ങനെ ഉണ്ടാക്കാം, അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതൊക്കെ ആയിരുന്നല്ലോ. ഒരുപക്ഷെ ഇലക്ട്രോണിക്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ സബ്റ്റിലായിട്ട് എനർജി ഫീൽഡിലേക്കൊക്കെ ആ ലെവലിലേക്ക് നോക്കുമായിരുന്നു. എന്നിരുന്നാലും എനർജി ആണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ള എല്ലാം എനർജിയിൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മളീ കാണുന്നതിൻ്റെ എല്ലാം പുറകിൽ ഒരു വർക്ക് ഫോഴ്സ്, ഒരു ഫോഴ്സ് ഉണ്ട്. അതിൻ്റെ ഉറവിടം എന്തെന്നുള്ളത് ഒരു ചോദ്യമായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് അന്വേഷണമാണ്. അപ്പം നമ്മൾ എന്ത് പറയുമ്പോഴും നമുക്കൊരു കംപ്ലീറ്റ്നെസ് ഉണ്ടാവാറില്ല. എന്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു ഡെഡ് എൻഡിൽ വന്നിട്ട് അങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ ഒന്നിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. നമുക്ക് ബാക്ക് ടു ആ സ്റ്റോറിയിലേക്ക് 2002 അപ്പോൾ അങ്ങനെ IISc വന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ വെച്ചാൽ ഇങ്ങനെ എൻ്റെ വായനയും എൻ്റെ കാഴ്ചപ്പാടുകളും അവിടെയുള്ള കുറച്ച് സ്റ്റുഡൻസിനെയൊക്കെ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനും അവരിലേക്കും ഇത് ഈ ഒരു തോട്ട് പ്രോസസ്സ് ഇൻവോക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം NIT കാലിക്കറ്റിലെ ഒരു പ്രൊഫസർ ശശി കുമാർ എന്ന് പറയുന്ന പ്രൊഫസർ, അദ്ദേഹത്തിൻ്റെ വളരെ മെറ്റീരിയലിസ്റ്റായിട്ട് നടന്ന അദ്ദേഹം ഒരുപാട് ട്രാൻസ്ഫോംഡായി. ഒരുപക്ഷെ എന്നെക്കാട്ടെ വളരെ ഉന്നത നിലയിലാണ് ഇപ്പോൾ ആത്മീയമായിട്ടുള്ളൊരു അവസ്ഥയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അപ്പം അങ്ങനെ കുറേ പേരെയൊക്കെ ആ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റി. ഞാൻ എൻ്റെ അന്വേഷണം പിന്നെയും തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 2002 അപ്പോൾ ഞാൻ 97 അപ്പം മാരേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ മാരേജ് തന്നെ ഇപ്പോൾ ഈ ഓഷോയുടെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കും മാരേജ് ആവശ്യമില്ല, അത് വലിയൊരു ബാധ്യത, ഒരു ബന്ധനമാണ് എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു എനിക്ക്. അപ്പോൾ കല്യാണം ഒട്ടും ഞാൻ കഴിക്കാൻ തയ്യാറേ ആയിരുന്നില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ ഇപ്പോൾ പറഞ്ഞില്ലേ പാരൻസിൻ്റെ കമ്പൽഷൻ, ആൺകുട്ടിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെ ഒരുപാട് റിലേറ്റീവ്സിൻ്റെ ഒക്കെ കമ്പൽഷൻ കാരണം കല്യാണം കഴിക്കാൻ അവസാനം ഞാൻ തീരുമാനിക്കുന്നു. 1997 കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വലുതായിട്ട് അന്വേഷണമൊന്നും പോയില്ല. ആദ്യം കണ്ട കുട്ടിയെ വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടിയെ തന്നെ കണ്ടു, തീരുമാനിച്ചു, കല്യാണം കഴിച്ചു. അങ്ങനെയാണ് കല്യാണം. വേറെ അലവിനുള്ള അന്വേഷണങ്ങളൊന്നും അതിനുവേണ്ടി പോകേണ്ടി വന്നില്ല.
അങ്ങനെ അപ്പോൾ മാരേജ് കഴിഞ്ഞ് അദ്ദേഹവും ലിറ്ററേച്ചർ പഠിച്ചൊരു ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനും കുറച്ച് ലെഫ്റ്റിസ്റ്റ് തിങ്കിങ് ഐഡിയോളജിക്കുള്ള ആളാണെങ്കിലും എൻ്റെ ഈ തോട്ട് പ്രോസസ്സിനോടൊക്കെ കുറച്ച് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അദ്ദേഹം സപ്പോർട്ടീവായി നിന്നു. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ 2002 ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ഗ്ലിംസസ് ഓഫ് ഗോൾഡൻ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞിട്ട് ഓഷോയുടെ ഒരു ബുക്ക് ചെന്നൈയിൽ നിന്ന് സുല്ലൂർപേട്ടയ്ക്കുള്ള ട്രെയിനിൽ വായിച്ചു പോകുമ്പോൾ എൻ്റെ എതിരെ ഇരുന്നിരുന്ന വളരെ സുമുഖനായിട്ടുള്ളൊരു മധ്യവയസ്കൻ അദ്ദേഹം എൻ്റെ അടുത്ത് വളരെ ഇഷ്ടത്തോടു കൂടി ഏത് ബുക്കാണ് വായിക്കുന്നത്, അതിലെന്താ പറയുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്കറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറ്റി ഞാൻ വളരെ വാചാലനായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ആത്മീയമായിട്ടൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്കൊരു ഗുരുവിൻ്റെ സഹായം വളരെ അത്യാവശ്യമായിട്ട് വന്നേക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ അതിനെ നഖശിഖാന്തം എതിർത്തു. അത് ശരിയല്ല, ഗുരു എന്ന് പറയുന്നത് നമ്മളെ പറ്റിക്കാനാണ്, നമ്മൾ സെൽഫായിട്ട് വേണം ഈ എൻക്വയറിയൊക്കെ നടത്താനായിട്ടെന്നൊക്കെ പറഞ്ഞു. വളരെ വാഗ്വാദങ്ങൾ അപ്പോൾ അദ്ദേഹം വളരെ ക്ഷമയോടെ എല്ലാം കേട്ടിട്ട് കുറേ കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ബുക്ക് അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് എടുത്തിട്ട് എൻ്റെ തന്നു. വളരെ ചെറിയൊരു ബുക്ക്. ആ ബുക്കിൻ്റെ പേര് ഞാൻ നോക്കിയപ്പോൾ റിയാലിറ്റി അറ്റ് ഡോൺ എന്നാണ് ആ ബുക്കിൻ്റെ പേര്, ശ്രീരാമചന്ദ്ര എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിനോട് വളരെ വെറുപ്പ് തോന്നുന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ചത് തന്നെ. ഇപ്പോൾ അതിന് വളരെ എനിക്ക് ഖേദം തോന്നുന്നു. അങ്ങനെയൊക്കെ ഒരാളോട്, പരിചയമില്ലാത്ത ആളോട് നമ്മളങ്ങനെ ചെയ്യാൻ പോലും പാടില്ലാത്തതാണ്. കാരണം അന്ന് എൻ്റെ ഐഡിയോളജി ഏറ്റവും ഉത്തമമായ ഐഡിയോളജിയാണെന്നൊരു തോന്നലിലാണ് നമ്മൾ സംസാരിക്കുന്നതല്ല. അപ്പോൾ ഈ ബുക്ക് ഞാൻ ഒട്ടും വേണ്ട, ഈ ബുക്ക് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ആവശ്യമില്ല, അതെനിക്ക് സഹായിക്കുകയില്ല, എൻ്റെ വഴി അതല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം വളരെ നിർബന്ധപൂർവ്വം പറഞ്ഞു, ഈ ബുക്ക് എന്തെങ്കിലും താങ്കൾക്ക് ഉപകാരം ചെയ്യുമെന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം എന്നെ ആ ബുക്ക് ഏൽപ്പിച്ചു. ഞാനത് ബാഗിൽ വെച്ചു, തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു, അളമാരയിൽ കൊണ്ടുപോയി വെച്ചു. അതിനെപ്പറ്റി മറന്നു. വീണ്ടും ജീവിതം മുന്നോട്ട് പോയി. ഭൗതികതയും നല്ല പോലെയുണ്ട്, അതോടൊപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രൗട്ട് ചെയ്ത് വന്ന് തുടങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന കാലം. അങ്ങനെ ഒരിടത്തും എത്തുന്നില്ല എന്നുള്ള തോന്നൽ വൈഫുമായിട്ട് ഞാൻ ഷെയർ ചെയ്തു. നമ്മൾ ഒരിടത്തും ഇങ്ങനെ എത്തിപ്പെടുന്നില്ല, പറ്റിയൊരാളെ കാണുന്നില്ല, പറ്റിയൊരു നമുക്ക് തൃപ്തിയായ സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു സിസ്റ്റം എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ വീണ്ടും അന്വേഷിച്ച് ഇടയ്ക്ക് നമ്മുടെ എമ്മിനെ പറ്റിയിട്ട് അറിയാനിടയായി, മുംതാസ് അലിയെ പറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പം ഓസ്നോട് പോയി പറഞ്ഞു, എം എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, അപ്പോൾ അദ്ദേഹം കുറച്ചും കൂടെയൊക്കെ ലോജിക്കലായിട്ടൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ എമ്മിൻ്റെ അടുത്ത് പോകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ എമ്മിൻ്റെ അടുത്ത് പോയി, ബാംഗ്ലൂർ പോയി എമ്മിനെ കണ്ടു. വൈഫും ഇല്ല, ഞാനും വേറെ ഫ്രണ്ടുമായിട്ട്. ആ ഫ്രണ്ട് ഇപ്പോൾ എമ്മിൻ്റെ ഏറ്റവും വലിയ ശിഷ്യനാണ്, പ്രദീപ് എന്ന് പറഞ്ഞിട്ട്. ഞാനും പ്രദീപും കൂടെയാണ് മിക്കപ്പോഴും ഈ യാത്രകളെല്ലാം ചെയ്യുന്നത്. പ്രദീപ് പിന്നെ അദ്ദേഹം ISRO സയൻറ്റിസ്റ്റ് ആയിരുന്നു. പക്ഷെ പകുതി വെച്ചിട്ട് അദ്ദേഹം ജോലി റിസൈൻ ചെയ്ത് കംപ്ലീറ്റ്ലി എമ്മിൻ്റെ കൂടെയാണ് ഇപ്പോഴും. എമ്മുമായിട്ടുള്ള ആത്മീയ യാത്രയിൽ ഒരുമിച്ച് ഉള്ള യാത്രയിലാണ് ഇപ്പോഴും. അവൻ അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ എമ്മിനെ കാണാൻ പോയി. എം എന്നെ കണ്ടിട്ട് പറഞ്ഞു, എന്നെ നോക്കിയിട്ട് ഇടയ്ക്കെപ്പോഴും സംസാരത്തിൽ നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാം, എനിക്ക് തോന്നുന്നു കൈകാര്യം ചെയ്യാൻ പറ്റിയേക്കും എന്ന് തോന്നുന്നതായിട്ട് അങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞു. പക്ഷേ എനിക്ക് വളരെ അപകർഷതാബോധമുള്ളൊരു നേച്ചറാണ് എൻ്റെ. അപ്പം അവിടെ വരുന്ന ആളുകളൊക്കെ വളരെ സാമൂഹികമായിട്ട് ഉയർന്ന രീതിയിലും കൾച്ചറിലൊക്കെ വളരെ എലിവേറ്റഡായിട്ട് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഞാൻ അവിടെ കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് പോന്നു. എന്തോ എനിക്കങ്ങനെ ആ സമയത്ത് എനിക്കത് തൃപ്തി തോന്നിയില്ല. വീണ്ടും വീട്ടിൽ വന്നു. അങ്ങനെ വൈഫിനോട് സങ്കടമൊക്കെ പറഞ്ഞു. ഇപ്പോൾ ബ്രഹ്മകുമാരീസിൻ്റെ ലിറ്ററേച്ചറൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ബ്രഹ്മകുമാരീസിൻ്റെ സിസ്റ്റമാണെന്ന് ഉള്ളിലൊരു തോന്നലുണ്ടായി. അങ്ങനെ ബ്രഹ്മകുമാരീസിൻ്റെ ലിറ്ററേച്ചറിലേക്ക് പോകാൻ കുറച്ച് വായിച്ചു, അവിടെ നിന്ന് ബുക്കുകളൊക്കെ വായിച്ചു. അപ്പോൾ അതിനെപ്പറ്റി അറിയാനായിട്ട് ലാപ്പ് തുറന്ന് അങ്ങനെ ബ്രഹ്മകുമാരീസ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ അറിയാതെ എൻ്റെ സെർച്ച് നേരെ പോയി ഓപ്പൺ ചെയ്തത് ശ്രീരാമചന്ദ്ര മിഷൻ്റെ സൈറ്റിലാണ്. ഏത് വർഷം? അത് 2014 12 വർഷമായി ബുക്ക്. 12 വർഷം ഈ ബുക്ക് അവിടെയുണ്ട്. അതിനുശേഷം എത്രയോ ബുക്കുകൾ വേറെ വന്ന അലമാരയിൽ കയറുന്നുണ്ട്. ഓഷോവിൻ്റെ എല്ലാ ബുക്കുകളും, കൃഷ്ണമൂർത്തിയുടെ എല്ലാ ബുക്കുകളും, UGയുടെ ബുക്കുകൾ, നിസർഗ മഹാരാജിൻ്റെ ബുക്കുകൾ, എല്ലാ ബുക്കുകളും വന്ന് അലമാരയിൽ കയറുന്നുണ്ട്. ഈ ബുക്ക് ഉള്ളിലെവിടെ ഒളിച്ചിരിപ്പുണ്ട്. 2014 ബ്രഹ്മകുമാരീസിൻ്റെ സൈറ്റ് തേടി ഞാൻ ശ്രീരാമചന്ദ്ര മിഷൻ്റെ സൈറ്റിലേക്കാണ് ഞാൻ അറിയാതെ ചെന്നെത്തിയത്. അങ്ങനെ ആ സൈറ്റിൽ ഇങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ശരിക്കൊരു വളരെ ഉറച്ചൊരു ഒരു മെസ്സേജ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നു. നീ അന്വേഷിക്കുന്നത് എന്താണോ
അതാണ് ഇത്, അല്ലെങ്കിൽ എനിക്ക് കണ്ടെത്തി എന്നുള്ളൊരു തോന്നൽ. ഞാൻ എന്താണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് അതിന് പൂർണ്ണമായ ക്ലാരിറ്റിയോടുകൂടി പറയുന്ന ഒരു സിസ്റ്റം ഇതാണെന്ന് എൻ്റെ ഉള്ളിൽ തോന്നി. അങ്ങനെ ബുക്ക്, പിന്നെ ലിറ്ററേച്ചറിനെ പറ്റി നോക്കിയപ്പോഴാണ് ഈ ഒരു ബുക്ക് അതിനെപ്പറ്റി പറയുന്നത്. ഉടനെ ഞാൻ അതെല്ലാം ഓഫ് ചെയ്ത് വന്ന് അലമാരി തപ്പിയപ്പോൾ ഈ ഒരു ബുക്ക് എനിക്ക് എടുക്കാൻ കഴിഞ്ഞു. ആ ബുക്കിലൂടെ ഓരോ ചാപ്റ്ററിൽ വായിക്കുമ്പോഴും എനിക്ക് അറിയാൻ തുടങ്ങി ഞാൻ എന്താണോ അന്വേഷിച്ചു കൊണ്ടിരുന്നത് അത് വളരെ ലളിതമായ ഭാഷയിൽ ഏറ്റവും സിമ്പിളായിട്ട് എന്താണ് അന്വേഷിക്കുന്നത്, എന്താണ് അറിയേണ്ടത് എല്ലാം വളരെ ഭംഗിയായി 1 by 1 ആയിട്ട് അതിനകത്ത് പറയുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, എല്ലാം അടച്ചു വെച്ചു, അന്വേഷണങ്ങൾ മതിയാക്കി, വഴി തിരഞ്ഞെടുത്തു. ഉടനെ ഞാൻ എഴുതി. അപ്പോൾ എനിക്കിവിടെ തിരുവനന്തപുരത്ത് ശ്രീ രാമചന്ദ്ര മിഷൻ്റെ ഓഫീസോ വർക്കിങ്ങുള്ളതായിട്ടൊന്നും അറിയില്ല എനിക്ക്. ഞാൻ ഉടനെ തന്നെ ഒരു അവിടുത്തെ മെയിൽ അഡ്രസ്സിൽ ഞാൻ എഴുതി, എനിക്ക് താല്പര്യമുണ്ട്, ഇത് ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മെയിൽ അയച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അന്നത്തെ തിരുവനന്തപുരം സെൻട്രൽ ഇൻചാർജ് ഇന്ദുശേഖരൻ ഫോണിൽ എന്നെ വിളിച്ചു. ഇങ്ങനെ മെസ്സേജ് കിട്ടിയതാണ്, ഹെഡ് ക്വാർട്ടേഴ്സിൽ വന്ന മെസ്സേജാണ്, വരാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ അരുവിക്കരയിലേക്കാണ് വിളിച്ചത്. ഞാൻ അരുവിക്കരയിൽ പോയി ആദ്യത്തെ സിറ്റിംഗ് അദ്ദേഹത്തിൽ നിന്ന് എടുത്തു. എന്നെ എവിടെയോ ഒരു ലോകത്തേക്ക് എന്നെ കൊണ്ടെത്തിച്ചു ഫസ്റ്റ് സിറ്റിംഗ്. എനിക്ക് എന്താ പറയുക, ആഹ്ലാദമോ സങ്കടമോ സന്തോഷമോ വേറൊരു പ്ലെയിനിലേക്ക് ഞാൻ പോയി. അപ്പോൾ ഞാൻ ഉറച്ചു, എൻ്റെ വഴി കണ്ടെത്തി എന്നുള്ളത്. 2014 അങ്ങനെ ഞാൻ 3 സിറ്റിംഗ് എടുത്തു. വളരെ പെട്ടെന്ന് തന്നെ ഭണ്ഡാര ഉണ്ടായിരുന്നു തിരുപ്പൂര്. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞു. ഞാൻ ഭണ്ഡാരയ്ക്ക് പോയി. ഭണ്ഡാരയ്ക്ക് പോയപ്പോൾ ഞാൻ ആ 3 ദിവസവും ഞാൻ ഇവിടെയല്ല, ആകാശത്തായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഈ ആത്മീയമായിട്ടുള്ളൊരു വഴിയും യാത്രയും ജീവിത ഉദ്ദേശമൊക്കെ ഉണ്ട്. നമ്മൾ നടക്കുന്ന ഈ ഭൗതികമായിട്ടുള്ള ഇതല്ല ജീവിത ലക്ഷ്യം എന്നുള്ളൊരു ചെറിയൊരു ഗ്ലിംസ് എന്നിലേക്ക് വരാൻ തുടങ്ങിയത് അങ്ങനെയാണ്. പിന്നീട് അന്ന് തൊട്ട് കണ്ടിന്യൂ ഞാൻ ശ്രീരാമചന്ദ്ര മിഷനിൽ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഈ ബുക്ക് തന്ന ആളെ പിന്നീട് കാണാൻ അദ്ദേഹം റിട്ടയർ ചെയ്ത് കാണും. അപ്പോൾ അന്ന് തന്ന ഫോൺ നമ്പറിലൊന്നും പിന്നെ വിളിച്ച് കിട്ടിയില്ല. പിന്നെ ഒരിക്കലും അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ഏത് നാട്ടുകാരനായിരുന്നു? അദ്ദേഹം ആന്ധ്രാക്കാരനായിരുന്നു. അദ്ദേഹത്തെ കാണണമെന്നും അദ്ദേഹത്തിനോട് നന്ദി പറയണമെന്നൊക്കെ ഇപ്പോൾ ഹൃദയം കൊണ്ട് എപ്പോഴും അദ്ദേഹത്തെ ഞാൻ നമിക്കാറുണ്ട്. അന്ന് ഞാൻ അദ്ദേഹത്തിന് അഭിമാനം ഞാൻ വളരെയധികം നിന്ദിച്ചിട്ടാണ് അദ്ദേഹത്തിനോട് സംസാരിച്ചതൊക്കെ അന്ന്. കാരണം അന്ന് എനിക്ക് ഗുരുഡം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ദഹിക്കാൻ പറ്റാത്തൊരു ഈഗോ സെൻട്രിക് ആയിട്ടുള്ളൊരു കാലഘട്ടം. അപ്പം നമ്മൾ സിറ്റിംഗ് ഒക്കെ എടുത്ത് ഭണ്ഡാരിക്ക് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ചാരിജി മഹാരാജ് ആയിരുന്നു. അപ്പം ഗുരു എന്ന കൺസെപ്റ്റ് എങ്ങനെ അക്സെപ്റ്റൻസിലേക്ക് എങ്ങനെ അത്? അപ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉള്ളിലുള്ള അനുഭൂതികളും അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഗുരു എന്നൊരു കോൺസെപ്റ്റിലേക്ക് എനിക്ക് പൂർണ്ണമായിട്ട് എത്താൻ പറ്റിയിരുന്നില്ല. ഒരുപക്ഷെ ചാരിജി മഹാരാജിൻ്റെ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു യഥാർത്ഥ നമ്മുടെ ആത്മീയമായിട്ടുള്ള വഴിയിലേക്ക് കൊണ്ടെത്താൻ, നമ്മളെ കൊണ്ടുപോകാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണെന്നുള്ള രീതിയിൽ ഞാൻ പൂർണ്ണമായിട്ട് കുറേ കാലം ഉൾക്കൊണ്ടിരുന്നില്ല ശരിക്കും. അപ്പോഴും ഒരു കൺഫ്യൂഷനും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈവൺ ആ പ്രയറിലൊക്കെ എനിക്ക് എപ്പോഴും ഒരുപാട് കൺഫ്യൂഷൻസ് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവരോടൊക്കെ എപ്പോഴും ഞാനങ്ങനെ തുറന്നു പറയില്ലെങ്കിലും അറിയാതെയൊക്കെ അത് ഞാൻ ഇന്ദുശേഖരനോടൊക്കെ അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. അല്ലയോ മാസ്റ്റർ എന്ന് പറയുമ്പോൾ അതെന്താണ്, എങ്ങനെയാണത് ഗുരു ആവുന്നതെന്നൊക്കെ കുറേ കാലം എനിക്കകത്ത് സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോഴും എനിക്ക് ബാബുജിയുടെ ടീച്ചിങ്സും സേയിങ്സുമാണ് ഞാൻ കൂടുതലും എപ്പോഴും വായിച്ചുകൊണ്ടിരുന്നത്. കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് രാമചന്ദ്ര വോളിയം 1, വോളിയം 2 ആണ് എന്നെ കൂടുതൽ ആഴത്തിലേക്ക് ഇങ്ങനെ എപ്പോഴും പിടിച്ചു വലിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനെപ്പോഴും വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ വോളിയം 2 വോയിസ് റിയലായിരുന്നു കൂടുതലും. പിന്നെ ഇതും അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ശാസ്ത്രത്തിലേക്ക് കടക്കുകയാണെങ്കിൽ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സയൻസ് ആൻഡ് മെഡിറ്റേഷൻ, ഹൗ ഡസ് ഇറ്റ് കോറിലേറ്റ്? സയൻസും ധ്യാനവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം എന്താണ്? അല്ലെങ്കിൽ ധ്യാനവും ആത്മീയതയും തമ്മിൽ എന്താണ് ബന്ധം? അല്ലെങ്കിൽ ആത്മീയതയിൽ അല്ലെങ്കിൽ ധ്യാനത്തിൽ ശാസ്ത്രീയതയുണ്ടോ? എനിക്കൊരു ഈ തോട്ട് പ്രോസസ്സിന് ഈ നമ്മുടെ മിഷനിൽ വന്നതിന് ശേഷമാണ് തിങ്കിങ്
അല്ലെങ്കിൽ തോട്ട് എന്ന് പറയുന്നതിന് ഇത്രയും പവറുണ്ട് എന്നുള്ളൊരു ചെറിയൊരു തോന്നൽ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പം ഇപ്പോൾ ജീസസിൻ്റെയൊക്കെ ചില സേയിങ്സൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അദ്ദേഹം കടൽ രണ്ടായി മാറട്ടെ എന്ന് പറയുന്നു, ഇപ്പോൾ രണ്ടായി മാറുന്നു. അപ്പോൾ ഇതൊക്കെ ഈ തോട്ടിന് അത്രയും പവറുണ്ടെന്ന് പിന്നെ ബാബുജിയുടെ ആ ഒരു കോട്ടിലൊക്കെയാണ് എനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ ആ ഒരു തോട്ടിന് ബാക്കിംഗ്, ആ യൂണിവേഴ്സൽ പവറിൻ്റെ ബാക്കിംഗ് വരുമ്പം നമ്മുടെ തിങ്കിങ് പ്യുവറാകും തോറും അതിന് ഒരു ലേസറിൻ്റെ പവർ വരുന്നു എന്നുള്ളതൊക്കെ കുറേശ്ശെ ഒരു അറിയാനായിട്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി ഞാൻ. അപ്പോൾ ഈ സയൻസിൽ നമ്മുടെ ഐൻസ്റ്റീൻ്റെ തിയറിയൊക്കെ പറയുന്ന പോലെ എന്തും എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടല്ലോ, എല്ലാം എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് എനിക്ക് ഈ സയൻസും നമ്മുടെ ഈ ബാബുജി പറയുന്ന ഒരു ലൈനുമായിട്ട് ഇങ്ങനെ കണക്റ്റഡായിട്ട് എനിക്ക് വരാൻ തുടങ്ങിയത്. കാരണം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എനർജിയാണെന്ന് സയൻസ് പറയുന്നുണ്ട്. നമ്മുടെ സിസ്റ്റത്തിലും തിങ്കിങ് അത് ഗെയിൻ എനർജിയാണ്. ഈ എനർജിയുടെ ഒരു പാക്കറ്റാണ് നമ്മുടെ തോട്ട്. അപ്പോൾ ഇവിടെയും എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് എന്ന് സയൻസിൽ പറയുന്നുണ്ട്. ഇവിടെയും മാസ്റ്റർ പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു തോട്ട് പുറത്തേക്ക് പോയാൽ അത് അതിൻ്റെ സ്ഥലത്ത് ചെല്ലുന്നെത്തുകയും അതൊരു ചെന്ന് അവിടെ വീണ് അതിൻ്റെ ഒരു റിപ്പിൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അത് ഒരുപക്ഷെ അത് ഡൈഫ്രാക്റ്റ് ചെയ്തിട്ട് തിരിച്ച് അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്നു. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്, വേവ്സിൻ്റെ തിയറിയൊക്കെ പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എവിടെയോ തമ്മിലൊരു കണക്റ്റിംഗ് പോയിൻ്റ് ഉണ്ട് എന്നുള്ളൊരു അതാണ്. അപ്പോൾ ആ ഒരു മാറ്റർ എനർജിയിലേക്കുള്ള ആ ഒരു ബേസിസും നമ്മുടെ ഉള്ളിൻ്റെയും നമ്മുടെ എക്സിസ്റ്റൻസ് തിങ്കിങ് അല്ലെങ്കിൽ തോട്ട് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അതുമായിട്ട് കണക്റ്റഡ് ആണ്. അതെല്ലാം ഒരു എനർജി ബേസാണ്, എനർജിയുടെ മാനിഫെസ്റ്റേഷൻസ് ആണ്, ഇൻ്റർപ്ലേ ആണ്. അവിടെയാണ് ഞാനിതിനെ കണക്ട് ചെയ്യാനായിട്ട്